ഇനി നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് മധുരം ഇപ്പോൾ 2 സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് പഞ്ചസാര ഇടാൻ സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലോ ഇത്തിരി മിൽക്ക് മെയ്ഡ് ഒഴിക്കുമല്ലോ, അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാവും, തിക്നെസ് ആവും. നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും ആദ്യം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാവുള്ളൂ. അതുപോലെ ഞാനും മിൽക്ക് മെയ്ഡിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പോവാണ്. ചേട്ടൻ്റെ വിളി വന്നു. ഏത് കടലപ്പരിപ്പ് ചേട്ടൻ്റെ വിളി വന്നു. 1-2 പ്രാവശ്യം വിളിക്കേ, എന്നാലേ ഞാൻ വിളി കേൾക്കുള്ളൂ. ഞാനിതിൽ വേഗം കടലപ്പരിപ്പ് വെച്ചതിന് വേറൊരു കാരണമുണ്ട്. അപ്പം പരിപ്പിൻ്റെ വെള്ളം കൊണ്ട് രസത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ രസത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കല്യാണി രാഗം എന്നോട് പാട്ട് പാടാൻ എങ്ങനെ ഇരിക്കും? BA മ്യൂസിക്കിന് തന്നെ എങ്ങനെയാണ് ഞാൻ പാസ്സായെന്ന് എനിക്കേ അറിയില്ല. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ BA മ്യൂസിക് പാടിയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രാഗമാണ് കല്യാണി രാഗം. ഇത് വിവരമുള്ളവർ കേട്ട് കഴിഞ്ഞാൽ ബോധം കെട്ട് വീണു പോകും ഞാൻ പാടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. സാ നീ ധാ പ ധാ മ ഗ രെ നീ രെ സാ നീ രെ ഗ മ ഗ മ പ ധാ നി സാ നീ ധാ പ. എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ കേട്ടോ. പിന്നെ സ്വരസ്ഥാനങ്ങളൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പാട്ട് നിർത്തല്ലേ നല്ലത്. ഇപ്പോൾ ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ കുറുകി വന്ന സാധനത്തിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് ഒരുമാതിരി ചെറിയ കഷ്ണം പോലെ ഈ നേന്ത്രപ്പഴം കൊത്തിയിടുന്നു. ഷൂട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷനിലൂടെയാണ് ഇത് എനിക്ക് കിട്ടിയത്. കാരണം അവരെ എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അത് ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത് ഈ ആന്ധ്രാക്കാർക്ക് ഇഷ്ടംപോലെ ഫുഡിയാണ്, ഭയങ്കര സ്പൈസിയാണ്. എന്നാൽ അവർ ഫ്രൂട്ട്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള പരിപാടി അവർക്ക് ഇല്ലതാണ്. ഓക്കെ, നമുക്ക് ഏതാണ്ട് ഇത്രയും മതിയാവും. ബാക്കി ഞാൻ അകത്താക്കിക്കോളാം. ഇത് വെച്ചിട്ട് അടുപ്പത്തുനിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക മാത്രം ചെയ്തു. ഒന്നതിന് കൂടെ മിക്സ് ആവാൻ വേണ്ടി മാത്രം. അപ്പോൾ ഏതാണ്ട് നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത്ര നേരമായിട്ട് ഞാൻ എൻ്റെ പായസമാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞത്. ഒരു തുള്ളി ഞാൻ വാനില ഫ്ലേവർ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കറുത്ത മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്. കറുത്ത മുന്തിരിങ്ങ അതിനകത്തിട്ടു. ഇനിയിപ്പോൾ കാഷ്നട്ട് വറുത്തിടണം. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയറിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ഭയങ്കര വലിയ സ്പൂണായതുകൊണ്ടേ
കൈ പൊള്ളണം. എൻ്റെ ആദ്യത്തെ ഡിഷ് റെഡിയായി. ഇനി ഇത് നമ്മൾ ഇവിടെ വയ്ക്കാം അല്ലേ. ഇനി നമുക്ക് നമ്മൾ രസം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്ക് ഈ പരിപ്പിൻ്റെ വെള്ളം ആഡ് ചെയ്തു. ഉപ്പിട്ടു, കുരുമുളക് ഇട്ടു, ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും പച്ചമുളകും വറുത്തിടണം. ഇനി നമ്മുടെ കടലപ്പരിപ്പ് ചേട്ടായിനെ ഒന്ന് അരയ്ക്കണം. തേങ്ങാപ്പാൽ പിഴിയാന്ന് പറയുന്ന ഒരു വല്ലാത്ത മുഷിഞ്ഞ ജോലിയല്ലേ. ഞാൻ പറയാതെ എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എനിക്ക് മടുത്തു. ഞാൻ എന്നും എൻ്റെ ബിരിയാണിയുടെ കാര്യം നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നുണ്ടോ അറിയോ? നമുക്ക് ആകെപ്പാട് ഇത്തിരി പോലെ പാലാണ് കിട്ടിയത്. ഫസ്റ്റ് പാല് അതൊഴിക്കുന്നു, നമ്മൾ ഓഫ് ചെയ്യുന്നു. ഇനി ഇതിനെ നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഐ തിങ്ക് ഇതിൽ തന്നെ ഇടാമെന്നു. നമ്മുടെ സ്റ്റൂ റെഡി, കടലപ്പരിപ്പ് സ്റ്റൂവും റെഡി. ചോറും റെഡി. ഇനി എനിക്ക് എന്തൊക്കെയോ ഉണ്ടാകാനുണ്ട്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണേ, ആന്ധ്ര സ്റ്റൈൽ ഓഫ് ബിരിയാണി. അതിന് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ഞാൻ പേസ്റ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഇത് ഒരു ഈസി വേ ഓഫ് മേക്കിംഗ് ബിരിയാണിയാണ്. ഞാൻ ഇപ്പോഴേ പറയാം. ഇതിനകത്തോട്ട് പട്ടയൊക്കെ പൊടിച്ചിട്ട് ഇതിനൊരു നല്ല സ്മെല്ല് വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് വഴണ്ട് വരുമ്പോൾ ലേശം ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇത്തിരി ഗരം മസാല ഇട്ടിട്ടുണ്ട്, ഇത്തിരി മല്ലിപ്പൊടി ഇട്ടു, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നു. കൊത്തമല്ലിയും പുതിനയും അരച്ചിട്ട് അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഒരു ഗ്രീനിഷ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ബിരിയാണികൾക്കൊക്കെ കാണുന്നില്ലേ, ഒരു ഏതാണ്ടൊരു
ആ ഒരു കളർ ബിരിയാണിയാണല്ലോ. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മട്ടൻ്റെ കാര്യം നോക്കാം. ഇതിൻ്റെ ടേബിള് നിറച്ച് എന്താണ് മെസ്സായി കിടക്കും. പക്ഷേ പണി കഴിഞ്ഞിട്ടില്ല. ഇനി ഏതാണ്ട് 3 മണിക്കൂറായി. 2 മണിക്കൂർ ഒരു പക്ഷേ ഫിനിഷിംഗ് സ്റ്റേജിലായിരിക്കും അല്ലേ? കുറെ ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞു. എന്തൊക്കെ ഉണ്ടാക്കി? ഒരു സ്വീറ്റ് ഉണ്ടാക്കി, പിന്നെ ഒരു രസം ഉണ്ടാക്കി, പിന്നെ ഒരു കടലപ്പരിപ്പ് സ്റ്റൂ ഉണ്ടാക്കി, ബിരിയാണി ഇതിനകത്തിരിക്കുന്നു. ഇനി ഒരു ചപ്പാത്തി, മട്ടണും ഫിഷും ഫിഷ് ഇല്ല, മട്ടൺ ചിക്കൻ അതിനകത്ത് ഇട്ടു ബിരിയാണി. ഓക്കെ. പിന്നെ ഒരു മട്ടൺ ബിരിയാണിക്ക് ഏത് റൈസാണ്? മറ്റേ ലോങ് റൈസ്. കൃഷിക്ക് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ അഞ്ജുവിൻ്റെ കാര്യത്തിൽ. അഞ്ജു പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം ഒത്തിരി തെലുങ്ക് പടങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അവിടുത്തെ അന്നയും എല്ലാം അല്ലേ, പേരും എല്ലാം പേരൊക്കെ അറിയില്ലേ? എന്തൊക്കെയാണ് ഐറ്റംസ്? ഒന്ന് 2-3 പേര് പറയും. പുളിയോദരയൊക്കെ അറിയാം. അറിയാം. പിന്നെ എന്തൊക്കെയാ? പിന്നെ ഉത്സവം എന്നൊക്കെ പറഞ്ഞതിലോ എന്തൊക്കെയോ അവിടുത്തെ കൂടുതൽ ഫെമിലിയർ അല്ല. അത് നമ്മൾ ലൊക്കേഷനിൽ ആ ഫുഡ് കാരിയറിൽ കൊണ്ടുവരുന്ന കഴിച്ച ശീലം മാത്രം. അതിനനുസരിച്ച് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. മട്ടൻ ചപ്പാത്തി ഉണ്ടാക്കാൻ അടുത്തത് പപ്പടപ്പണിയാണ്. ഒരു കപ്പ് ഫ്രഷ് ക്രീം എടുത്ത് കാഷ്നട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കാഷ്നട്ടും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്തത് ഞാനിതിനകത്തോട്ട് ആഡ് ചെയ്യും. മട്ടൺ, ക്രീമി വൈറ്റ് മട്ടൺ. അപ്പോൾ എൻ്റെ ക്രീമി വൈറ്റ് മട്ടണും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറിയൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ. റൈസ്. അപ്പോൾ ഞാൻ ഇത്രയും സമയം കൊണ്ടത് ചോറ്, ബിരിയാണി, രസം, ക്രീമി വൈറ്റ് മട്ടൺ, കടലപ്പരിപ്പ് സ്റ്റൂ, ചപ്പാത്തി, പപ്പഡ്സ്, ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി. ഒരു പൊരിയലും കൂടി ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ സമയം തീരെ കുറവായതുകൊണ്ട് ഇനിയിപ്പോൾ ടൈം ഓവറായി എന്ന് പറഞ്ഞ പ്രശ്നമാവൂലേ, അത് കാരണം ഞാൻ അതിലേക്ക് വെച്ച് നിർത്തി. ഇനി എന്തായാലും ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലേ 3 മണിക്കൂർ സമയം കൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റിസൾട്ടിന് വേണ്ടി കാതോർത്തിരിക്കാം. അപ്പോൾ ശരി, കാണാം. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കട്ടെ.